എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. നോർക്ക റൂട്ട്സിൻ്റെ നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അപേക്ഷിച്ചപ്പോൾ തന്നെ പേയ്മെൻറ്റ് സക്സസ് ആവുകയും 13,411 രൂപ കട്ടാവുകയും ചെയ്തു. പക്ഷേ ഈ കാർഡ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെയായിരുന്നു അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഇ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് ഈ കാർഡ് ലഭിക്കുമ്പോൾ അത് സംബന്ധമായി വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന്. കൂടാതെ നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിന് GST ഇളവ് ലഭിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതും നമ്മൾ വീഡിയോയിൽ നോക്കുന്നുണ്ട്. നോർക്ക കെയർ ഇൻഷുറൻസ് പ്ലാനിലേക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും, പ്രവാസി ID എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നതിൻ്റെ സ്റ്റെപ്പുകൾ അടങ്ങിയ പ്രോസസ്സും, കൂടാതെ ഹോസ്പിറ്റൽ ലിസ്റ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻ തുടങ്ങിയവയായിട്ടൊക്കെ ബന്ധപ്പെട്ട വീഡിയോകൾ ഇതിനോടകം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഇങ്ങനെ പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം ഈ കാർഡ് ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രിൻസിപ്പൽ ഇൻഷുറൻ്റെ പേരും അതേപോലെ എത്ര പേരെ ആഡ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ മെയിൽ ചെയ്ത് കൊടുക്കണം. അതേപോലെ പ്രിൻസിപ്പൽ ഇൻഷുറർ അതായത് അപേക്ഷകനുമായിട്ടുള്ള ബന്ധവും സൂചിപ്പിക്കണം. ഇവിടെ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പറുകൾ കാണിച്ചിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. കൂടാതെ ടോൾ ഫ്രീ നമ്പറുകളുമുണ്ട്. മിക്കപ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പ്ലീസ് അറേഞ്ച് എ മലയാളം റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുകയും 10 മിനിറ്റിനകം തിരിച്ചു വിളിക്കും എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ടുമുണ്ട്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ മാർഗം സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോഴും അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. സൈറ്റിൽ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുവാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാമെന്നും അവർ പറയുന്നുണ്ട്. കാരണം നവംബർ 1-ാം തീയതി തൊട്ടേ നമുക്ക് പോളിസി ഫോഴ്സിൽ വരികയുള്ളൂ. അതിനകം അവർ ഒരുപക്ഷെ ഈ കാർഡ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അവർ വാട്സപ്പിലേക്കോ മെയിലിലേക്കോ അയച്ചു തരാനുള്ള സംവിധാനം ചെയ്യും എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് അപേക്ഷിക്കാം. എന്തുകൊണ്ടും നല്ലത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് അപേക്ഷിക്കുന്നതായിരിക്കും. അവസാന ഡേറ്റുകളിലേക്ക് പോയാൽ വീണ്ടും പ്രശ്നങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയ താമസമില്ലാതെ അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. ഞാൻ സെപ്റ്റംബർ 26-ാം തീയതിയായിരുന്നു ഓൺലൈനായിട്ട് അപേക്ഷിച്ചത്. അതിൻ്റെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തതും. പിന്നീട് അവരെ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വാട്സപ്പിൽ ഈ കാർഡ് അയച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഏതാണ്ട് 10 ദിവസത്തോളം സമയം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇതാണ് നോർക്ക കെയർ ഈ കാർഡ്. ഇത് 2 പുറങ്ങളുണ്ട്. ഇത് ലാമിനേറ്റ് ചെയ്തോ PVC കാർഡായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാർഡിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുവാനുണ്ട്. നമുക്ക് സൂം ചെയ്ത് അതൊന്ന് പരിശോധിക്കാം. നോർക്ക റൂട്ട്സ് ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എന്നാണ് എൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ്. അവർ അതൊരു TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിദാൽ ഹെൽത്ത് ഇൻഷുറൻസ് TPA പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എൻ്റെ പേര്. സാധാരണ ന്യൂ ഇന്ത്യയും ഓറിയൻ്റലും പോലെയുള്ള ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലുള്ള ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററെ ഏൽപ്പിക്കാറുണ്ട്. സാധാരണ അത് പതിവാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർ ഹെൽത്ത് സ്റ്റാൻഡ് അലോൺ ഇൻഷുറൻസ് കമ്പനിയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററെ ഇതിൻ്റെ ഇൻഷുറൻസ് റീഇൻഷുർ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ വാലിഡിറ്റിയും കൊടുത്തിട്ടുണ്ട്. 1/11/2025 മുതൽ 31/10/2026 വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി. അത് കഴിഞ്ഞ് നമുക്ക് റിന്യൂ ചെയ്യണം. അടച്ച പൈസ തിരിച്ച് കിട്ടത്തില്ല, റീഫണ്ടബിൾ അല്ല. അതാരോ സംശയമായി ചോദിച്ചിരിക്കുന്ന കണ്ടു. സാധാരണ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും അങ്ങനെ തന്നെയാണ്. തൊട്ട് താഴെ ഈ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനും താഴെയായിട്ട് ആ ബോക്സിൽ പ്രിൻസിപ്പൽ ഇൻഷുറയും ബാക്കി ആരെയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്തതിന് ശേഷം എൻറോൾമെൻറ്റ് നമ്പരും ഏറ്റവും ഒടുവിലായി കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജിലേക്ക് വന്നാൽ അവിടെ 24/7 ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫോർ എനി എസ്കലേഷൻ എന്നാണ് പറയുന്നത്. എസ്കലേഷൻ ഈ പ്ലാൻ ചേഞ്ച് ചെയ്യുക, സമ്മഷ്യേഡ് വർദ്ധിപ്പിക്കുക, അതിനെയൊക്കെയാണ് എസ്കലേഷൻ എന്ന് സാധാരണ പറയാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മളെ നോർക്ക കെയറിന് സമ്മഷ്യേഡ് വർദ്ധിപ്പിക്കുന്നതിനെ, പ്ലാൻ ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഭാവിയിൽ അതുണ്ടാകുമായിരിക്കാം. അതിനും താഴേക്ക് വന്നാൽ അവിടെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് എംപാനൽഡ് ഹോസ്പിറ്റൽ ലിസ്റ്റ് സംബന്ധമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ എംപാനൽഡ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ കൈവശം വാലിഡായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഫോട്ടോ ID കാർഡ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, പാൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ളവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. തുടർന്ന് ആൻഡ്രോയിഡിലും iOSലുമൊക്കെ നമുക്ക്
നോർക്ക കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ QR കോഡും അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടത് പോകുന്നില്ല. പ്ലേ സ്റ്റോറിലൊന്നും നോക്കിയിട്ട് നോർക്ക കെയറിൻ്റെ ആപ്ലിക്കേഷനും കാണുന്നില്ല. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അത് ഇതുവരെ ലോഞ്ച് ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. അവിടെ തന്നെ ഇടത് സൈഡിലുള്ള ബോക്സിൽ ടോൾ ഫ്രീ നമ്പരും വാട്സപ്പ് നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. support.norcacare2@akshayagroup.net.in. അത് തന്നെ രണ്ടാമത്തെ മെയിൽ ഐഡിയിലേക്ക് വരുമ്പോൾ നോർക്ക കെയർ 3 എന്നാകുന്നുണ്ട്. പക്ഷേ നേരത്തെ അവർ പറഞ്ഞു തന്നത്, ഞാൻ അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന മെയിൽ ID നോർക്ക കെയർ 4 ആയിരുന്നു. എന്തായാലും 4ലൂടെ നിങ്ങളൊന്ന് അയച്ചേക്കുക. ഇനി ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടാത്ത സാഹചര്യങ്ങളിൽ റീഇംബേഴ്സ്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതാണ് അതിന് താഴെയായി കൊടുത്തിരിക്കുന്നത്. അപേക്ഷിക്കേണ്ടുന്ന അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. വിദാൽ ഹെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ പേർക്കാണ് അപേക്ഷിക്കേണ്ടത്. അവിടെയും ഫോൺ നമ്പറുകളും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ എസ്കലേഷന് വേണ്ടി മെയിൽ അയക്കേണ്ടുന്ന മെയിൽ IDയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അക്ഷയ ഗ്രൂപ്പിൻ്റെ മെയിൽ IDകളാണ് കൊടുത്തിരിക്കുന്നത്. അക്ഷയ ഗ്രൂപ്പാണ് ഇതിൻ്റെ IT സെല്ല് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ മെയിൽ ID കൊടുത്തിരിക്കുന്നത്. ഇനി GST, നമുക്ക് ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് കാറ്റഗറിയിൽ വരുന്നതാണ് നോർക്ക കെയർ ഇൻഷുറൻസ്. അതുകൊണ്ട് 18% GSTയിലുള്ള ഇളവ് നോർക്ക കെയർ ഇൻഷുറൻസിന് ലഭിക്കത്തില്ല. മറ്റ് ഹെൽത്ത് ഇൻഷുറൻസുകൾക്കും ലൈഫ് ഇൻഷുറൻസുകൾക്കും ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നതിനാണ് 18% ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ഇവിടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് നോർക്ക കെയറിന് ആ 18% ഡിസ്കൗണ്ട് ലഭിക്കില്ല. എന്നാൽ മറ്റ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസുകളിനും അതുപോലെ ലൈഫ് ഇൻഷുറൻസിനുമൊക്കെ 18% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. റിന്യൂവൽ പ്രീമിയത്തിന് ഉൾപ്പെടെ 18% ഡിസ്കൗണ്ട് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങൾക്ക്, അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസ്, കാറ്റിൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഫയർ തെഫ്റ്റ് തുടങ്ങിയ ഇൻഷുറൻസുകൾക്കൊന്നും GST 18% ഇളവ് ലഭിക്കില്ല എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ, നമ്മളിപ്പോൾ വാഹന സംബന്ധമായ വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് പറയുകയാണ്, ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. വാഹനത്തിന് നമ്മൾ ഗുഡ്സ് വാഹനങ്ങൾക്കാണ് തേർഡ് പാർട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 12% GST ആയിരുന്നു ഇതുവരെ. അത് 6% കുറച്ചിട്ടുണ്ട്. നോർക്ക കെയർ ഇൻഷുറൻസ് എടുക്കുന്നതിന് നമുക്ക് പ്രവാസി IDയോ സ്റ്റുഡൻറ്റ് IDയോ ഭാരതീയ പ്രവാസി അന്യ സംസ്ഥാനങ്ങളിലുള്ള പ്രവാസികൾക്കുള്ള ഇൻഷുറൻസോ ഒക്കെ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ, നോർക്ക കെയർ ഇൻഷുറൻസ്. ഇപ്പോൾ പ്രവാസി IDക്ക് അപേക്ഷിച്ചാൽ ഉടൻ പ്രവാസി ID ലഭിക്കുന്നുണ്ട്. ഒരു ദിവസ താമസമൊക്കെ വരുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും അപേക്ഷിക്കാനുള്ളവർ പെട്ടെന്ന് അപേക്ഷിക്കുക. അത് എങ്ങനെ അപേക്ഷിക്കാമെന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഭാരതീയ പ്രവാസി IDക്ക് അപേക്ഷിക്കുന്നതും സ്റ്റുഡൻറ്റ് IDക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നും ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.